കോടമഞ്ഞ് പുൽകിയ താഴ്വരകളുടെ കാഴ്ച നൽകുന്ന മലനിരകൾ തേടിയുള്ള യാത്രയിലാണ്. ആ മലമുകളിൽ നിന്ന് നോക്കിയാൽ തിരയടങ്ങിയ സമുദ്രം പോലെ ഭൂമി തൻ്റെ പച്ചക്കുപ്പായത്തിന് മുകളിൽ കോടമഞ്ഞിൻ്റെ വെള്ള മേൽവസ്ത്രം ധരിച്ചിരിക്കുന്നത് കാണാം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ചെന്നാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ എന്ന് കേട്ട് വെളുപ്പിനെ വിട്ടതാണ്. ഇപ്പോൾ സൂര്യൻ കിഴക്ക് മെല്ലെ വെള്ള കീറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കോട്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു മല കയറാനായിട്ട് വന്ന. താഴെ ഭയങ്കര വെടിക്കെട്ട് വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പം നിയാസം ഉണ്ട് ഇന്ന്. താഴെ മഞ്ഞൊക്കെ പുറച്ച് കിടക്കുന്നത് കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ മഴ പെയ്തതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ കിടുക്കൻ കാഴ്ച എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞത്. എന്തായാലും കുറച്ചങ്ങ് നമുക്ക് പോയി നോക്കാം. ചുറ്റും കോടമഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പം നമുക്ക് താഴെ മഞ്ഞിങ്ങനെ കോട ഇങ്ങനെ മേഘം പോലെ കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റണമെന്നില്ല. കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളും അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ മഞ്ഞ് കിടക്കുന്നത് കാണാമെന്നാണെങ്കിലും ഇപ്പം മൊത്തം മഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കോടയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. മലയ്ക്ക് താഴെ നിൽക്കുന്ന കോടമഞ്ഞ് കാണാൻ വന്നതാണെങ്കിലും ഇപ്പോൾ തലയ്ക്ക് മുകളിലാണ് മഞ്ഞ്. എങ്കിലും ഇത് നൽകുന്ന ഫീല് വല്ലാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു വിരസത തോന്നുന്നില്ല. ഇടയ്ക്ക് മഞ്ഞ് മാറി താഴെയുള്ള ചെറുപട്ടണങ്ങളുടെയൊക്കെ കാഴ്ച
നൽകുമെങ്കിലും അധികം വൈകാതെ തന്നെ വീണ്ടും മഞ്ഞ് അവിടെ വന്ന് നിറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കണ്ട് ചാറ്റൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കുന്നത് അത്ര ഉചിതമാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നാലും ഇങ്ങോട്ട് വലിയ മഴയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കട്ട മഞ്ഞായിരുന്നു. ഇപ്പോഴും മഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയുണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ ചാറ്റൽ മഴയുണ്ട്. അത് കാരണം അധികം താമസിയാണ്ട് ഇവിടുന്ന് മെല്ലെ വിടുകയാണ്. മഞ്ഞിൻ്റെ കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല. വീണ്ടും മഞ്ഞ് കയറുന്നു ഇറങ്ങുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ മഴ പെയ്യാനൊക്കെ സാധ്യതകളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. നമ്മളൊരു കിടുക്കാഴ്ച സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി കാഴ്ചകളാണ്. ഇത് ഞണ്ടൂരിക്ക് വെള്ളച്ചാട്ടമാണ്. ഇത് അങ്ങോട്ട് നോക്കിയേ, നല്ല രസമുള്ള കാഴ്ചകൾ. ഇപ്പോൾ റോഡിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയാസം കൂടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും വലിയ പാറക്കൂട്ടങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങോട്ട് വന്നത് ഗൂഗിൾ നോക്കിയാണ്. ഗൂഗിൾ ഞണ്ടൂർക്കി വെള്ളച്ചാട്ടം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. എനിക്കൊന്ന് കരിമണ്ണൂർ, ഈ തൊടുപുഴ കരിമണ്ണൂർ അടുത്തെങ്ങാണ്ടാണ് ഈ സ്ഥലം. എന്താണേലും നല്ല രസമുള്ള കാഴ്ചകളാണ്. എന്താ പറഞ്ഞാൽ, ഈ പ്രകൃതിയുടെ നിശബ്ദതയ്ക്കിടയ്ക്ക് ചീവീടിൻ്റെ നാദവും പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ല ഹരം തരുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെ. കുത്തുകല്ലും കുത്തുകയറ്റമൊക്കെയാണ്. ഇത് വന്നപ്പോഴത്തേക്ക് നല്ല കുത്തനെയുള്ള സ്റ്റെപ്സൊക്കെയാണ്. അപ്പോൾ കയറാനൊക്കെ ഇപ്പം ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, രസമാണ്.
അങ്ങനെ നമ്മളിതിൻ്റെ ഏതാണ്ട് എത്താവുന്നതിൻ്റെ മാക്സിമം എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ റബ്ബർത്തോട്ടത്തിൽ കൂടെയൊക്കെ പോകണം. അങ്ങോട്ടൊരു വഴിയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഏതായാലും അടിപൊളി കാഴ്ചയാണ്. ഇതിൽ കിട്ടിക്കൻ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ അടുത്ത് വരെ എത്തി നിന്ന് നമുക്ക് നന്നായിട്ട് കാണാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ടെന്നാണ് ഇത്. അപ്പോൾ ഞാനും നിയാസും ഉണ്ട്. നിയാസ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വെള്ളച്ചാട്ടം, അപ്പുറത്തെ സൈഡിൽ നല്ല മഞ്ഞൊക്കെ മലയെ മൂടി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ കുറേ നേരം നിന്ന് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ രസമൊക്കെ കണ്ടിട്ട് ഇനി മെല്ലെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. എന്താണെങ്കിലും ഇന്നത്തെ കാലാവസ്ഥ അത്ര പോരാ എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറാണ്. അത് കാരണം കാഴ്ചകൾക്കൊന്നും ഒരു വ്യക്തതയില്ല. എന്നാലും വന്നപ്പം എല്ലാത്തിനും ഒരു സുഖമുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നനഞ്ഞിട്ട് പോകാം, നനഞ്ഞ് കുടിച്ചിട്ട് പോകാം. മുങ്ങി കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് ഇറച്ചിലടിക്കുന്നുണ്ട്. എൻഡോർക്കി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ നിർത്തി ഇവിടുന്ന് ഞങ്ങൾ മലയിറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം.